കർത്താവ് ഒരു വ്യക്തിയിൽ വന്നാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി അവൻ പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവാണ്. ബ്രദർ, ആരാണ് യേശു കർത്താവ്? 2000-ൽ പരം ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യ പാപത്തിന് വേണ്ടി, മനുഷ്യ ശാപത്തിന് വേണ്ടി കാൽവരി ഗോൽഗോഥയിലേക്ക് മാറി 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 കായ്പായുടെയും ഹന്നാസിന്റെയും ജയിലറടിക്കുള്ള മാറി മാറി നടന്നിട്ട് മരണപ്പെട്ടു വന്നാൽ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ പക്കൽ നിൽക്കുന്നവനാണ് യേശു കർത്താവ്. അവന്റെ രക്തത്താൽ പാപമോചനമുണ്ട്. അവൻ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ വലിയ സമാധാനമുണ്ട്. ബ്രദറെ, ഈ യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ആരും ആകട്ടെ, നിങ്ങൾ ഏത് നിലയിലുള്ളവരുമാകട്ടെ, എന്നാൽ നിങ്ങളുടെ അകത്തളത്തിൽ ഒരേ ഒരു മിനിറ്റ് യേശുവെ എന്ന് വിളിക്കുവാൻ എത്ര പേർ തയ്യാറാകും? ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം, ഈ മീറ്റിംഗ് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഇതിനകത്ത് ആരുടെയൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. പക്ഷേ മക്കളെ കൊണ്ട് ഒരു സമാധാനമില്ല, എന്റെ ജീവിതത്തെ കൊണ്ട് സമാധാനമില്ല. പലതവണ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടും രോഗത്തിന് പരിഹാരമില്ലാതെ ഞങ്ങൾ ആയിരിക്കുക. പലതവണ അവൻ നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇതിനകത്തൊരു പരിഹാരമില്ലാതെ നിൽക്കുക. പലതവണ കുടുംബത്തിന്റെ അകത്ത് കയറുമ്പോൾ വളരെ നിരാശകൾ ഞങ്ങൾ അനുഭവിക്കുക. ഞങ്ങളല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് പലരും വിളിച്ചു പറയുക, മരണത്തിന്റെ ശബ്ദം, മരണത്തിന്റെ വാക്കുകൾ, മരണത്തിന്റെ ചിന്തകൾ. ഇന്ന് പകലിൽ ഞങ്ങൾ വിളിക്കുക, അങ്ങനെ ആരെങ്കിലും ഈ ശബ്ദപരിധി ഞങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരേ ഒരു മിനിറ്റ് യേശുവെ എന്ന് വിളിക്കുക. അവൻ ഇവർ പറയുന്നത് സത്യമാണോ? അങ്ങനെയെങ്കിൽ ഒന്ന് ചോദന ചെയ്താട്ടെ. കർത്താവേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് വരണമേ, എന്റെ കുടുംബത്തിന്റെ അകത്ത് അങ്ങ് വരണമേ, എന്റെ ജീവിതത്തിന്റെ അകത്ത് അങ്ങ് വരണമേ. കണ്ണുകൾ അടയ്ക്കാം. എനിക്കറിയാം ആരൊക്കെയോ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആരൊക്കെയോ യേശുവെ എന്ന് വിളിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ അകത്തളത്തിൽ ഇറങ്ങി വരുവാൻ ആമേൻ ഒരു കർത്താവും നിങ്ങളുടെ അകത്തുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന കടയിലെയോ ഈ ഭാഗത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നവരോ വീട്ടിലേക്ക് ആയിരിക്കുന്നവരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ നിൽക്കുന്ന മണ്ഡലത്തിൽ വളരെ ശാന്തമായി ജീസസ് എന്ന് പറഞ്ഞ്, യേശുവ എന്ന് പറഞ്ഞ്, കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, 2 കൈകളും ആണികൾ അടിച്ച്, 2 കാലുകളും ആണികൾ അടിച്ച്, ലാവിൽ കുത്തപ്പെട്ട് ശരീരം മുഴുവനും മുളവുചാല പോലെ മാറിയിട്ട് ഇന്ന് പകൽ നമുക്ക് വേണ്ടി നിൽക്കുന്നവർ യേശു. ആ യേശുവിന്റെ മുന്നിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ക്രൂശിൽ തൂങ്ങി നിൽക്കുന്ന യേശു, പാപപരിഹാരത്തിനായി മരിച്ച യേശു, ഇന്ന് പകലിൽ എന്റെ ജീവിതത്തിൽ കടന്നു വരണമേ എന്ന് കർത്താവിന്റെ മുന്നിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ ജീവങ്ങൾ ഞങ്ങൾ കൈകൾ ഉയർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ കൈകളും ഉയർത്തി ഈ ദേശത്തിന്റെ അകത്തൊരു മാറ്റം സംഭവിക്കുക. ഇന്നാരൊക്കെയോ പാപത്തിന് പരിഹാരമില്ലാതെ എവിടേക്കോ ഓടിയിട്ടും ഏതൊക്കെയോ ക്രമീകരണങ്ങൾ ചെയ്തിട്ടും അതിനകത്തൊന്നും മാറ്റമില്ലാതെ പല മേഖലകൾ മാറി 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 യാഗങ്ങൾ അർപ്പിച്ചിട്ടും, പല മേഖലകൾ മാറി മാറി നേർച്ചകൾ അർപ്പിച്ചിട്ടും അതിനൊന്നും പരിഹാരമില്ലാതെ ആരെങ്കിലും നിൽക്കുമെങ്കിൽ ഇന്ന് പകൽ പൗലോസ് പത്രോസ് ഇങ്ങനെ പറയുക, പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് തരിക. യേശുവിന്റെ നാമത്തില് എഴുന്നേറ്റ് നടക്കുക. ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഈ ദേശത്തിന്റെ വിടുതലായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ക്രൂശിന്മേൽ കാണുന്ന ഞങ്ങളുടെ കൂടെ ചേർന്ന് പറയുമോ? ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ ഒരു ഉറപ്പ് തരിക, ഞങ്ങളുടെ രോഗത്തിന് പരിഹാരമായി
നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി, നിങ്ങളുടെ സമാധാനത്തിനായി മരിച്ച ഒരു യേശു. എത്ര പേർ തിരിച്ചറിയും ഈ ലോകത്തിന്റെ അകത്ത് പാപം, ഈ ലോകത്തിന്റെ അകത്ത് മ്ലേച്ഛതകൾ, ഈ ലോകത്തിന്റെ അകത്ത് പോരാട്ടങ്ങൾ, ഈ ലോകത്തിന്റെ അകത്ത് വീണ്ടും മുന്നോട്ട് വരുവാൻ കഴിയാതെ വേദനയോടെ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതം ഒരേ ഒരു തീരുമാനം ചെയ്യുക. ഇല്ല, പാപത്തെ ഞാൻ നോക്കില്ല. ഒരു വ്യക്തിപരമായി പ്രാർത്ഥന, ആർക്കെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ പകലിലേക്ക് ഒരു പാപത്തിന് പരിഹാരമായി, മദ്യപാനത്തിനകത്ത്, കഞ്ചാവിന്, നാം ചെയ്യുന്ന പാപം, നാം ചെയ്യുന്ന അതിക്രമങ്ങള്, ഇതിന് പകൽ ഒരു തീരുമാനമെടുക്കുക. പാപത്തെ ദേശത്തിന്റെ നടുവിൽ ഒന്നും കൂടി ഞങ്ങൾ ആവർത്തിച്ച് പറയുക. ഈ ദൈവ ശബ്ദം കേട്ടിട്ട് ഞാൻ ചെയ്യുന്നത് പാപമാണ്, എന്റെ കണ്ണുകൾ പാപമാണ്, എന്റെ കേൾവികൾ പാപമാണ്, എന്റെ പ്രവൃത്തികൾ പാപമാണ്. ഞാനതൊന്ന് തിരിച്ചറിയുന്നു. ഈ പാപപരിഹാരത്തിനായി മരിച്ച കർത്താവ് കാൽഗദായില് അവന്റെ കാൽപാദങ്ങൾ, ഓരോ കാൽപാദങ്ങൾ ചലിക്കുമ്പോൾ നിങ്ങളുടെ പേരിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മരിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവം. ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്ന അന്തരീക്ഷത്തിന്റെ അകത്ത് നിങ്ങൾ രോഗമെങ്കിലും, നിങ്ങൾ ഭാരമെങ്കിലും, നിങ്ങൾ സമാധാനമില്ലാത്ത മേഖലയെങ്കിലും ഒരു മിനിറ്റ് കൂടെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിച്ചാട്ടെ. ഈ പാട്ടിന്റെ ഈരടികൾ ഒന്നും കൂടെ പാടുമ്പോൾ ഈ ടീമിനെ നിയന്ത്രിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തിൽ ദേശത്തിൽ ഉപയോഗിക്കപ്പെടുന്ന കർത്താവിന്റെ ദാസൻ, ബഹുമാന്യ ദേവദാസൻ +12 ഡയറക്ടർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഒരിക്കൽ കൂടെ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ
എല്ലാ മാതാപിതാക്കന്മാരും, സഹോദരങ്ങളും കുഞ്ഞുങ്ങളും ഈ സമയം വരെയും ദൈവവചനം ശ്രവിച്ച നിങ്ങളോടുള്ള പ്രത്യേക നന്ദി, ബഹുമാനവും ഒക്കെ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഈ പുതുക്കട ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിക്കുമ്പോൾ